ഓക്കെ, ഒരു ഫോർമുല 1 സീസൺ എപ്പോഴാണ് ആരംഭിക്കുന്നത്, എന്നാണ് ആരംഭിക്കുന്നത്, നമുക്ക് എങ്ങനെ ലൈവായിട്ട് കാണാമെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല 2026 മേജറായിട്ടുള്ള ചേഞ്ച് വരുവാണ്. F1 ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാണ്. അവരുടെ ഡയമെൻഷൻസിനും റെഗുലേഷൻസിനും എല്ലാം മേജറായിട്ട് ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സീസണാണ്. സോ 2026 ഫോർമുല 1 സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് March 6 ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു പ്രീ സീസൺ ടെസ്റ്റിംഗ് ഉണ്ട്. സീസണിലെ ഫസ്റ്റ് റേസ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ആണ്. ആ ഒരു അടുത്ത സീസണിൽ 24 റേസസ് ആണുള്ളത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ ഫോർമുല 1 ലൈവായിട്ട് കാണാമെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഫാൻ കോഡിലും അതേപോലെ F1 ടിവിയിലും ലൈവായിട്ട് നമുക്ക് F1 റേസസും അതുപോലെ ഫ്രീ പ്രാക്ടീസസും ക്വാളിഫയേഴ്സും കാണാൻ പറ്റും. ഫാൻ കോഡ് നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമ്മളൊരു സീസൺ പാസ് എടുത്തു കഴിഞ്ഞാൽ ഫോർമുല 1 ആ എൻ്റയർ സീസണിൽ നമുക്ക് ഫ്രീ പ്രാക്ടീസ്, ക്വാളിഫയിങ്, റേസും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് F1 TV. ഇത് ഫോർമുല 1 ഒഫീഷ്യൽ സൈറ്റാണ്. ഇതിൽ 2 ടൈപ്പ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. F1 TV പ്രോയും ഉണ്ട്, F1 TV പ്രീമിയം ഉണ്ട്. F1 TV പ്രോയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2700 റുപ്പീസാണ്. അതുപോലെ F1 TV പ്രീമിയത്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 3700 റുപ്പീസാണ്. F1 TV നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ F1 TVയിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ്, ആർട്ടിക്കിൾസ്, അതുപോലെ ഒരു ഫോർമുല 1 സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുമാത്രമല്ല റേസിൽ നമുക്ക് ഓൺ ബോർഡ് ക്യാമറേസ് എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈവേഴ്സിന്റെ POVയിൽ നമുക്ക് ആ റേസ് കാണാൻ പറ്റും. F1 TV പ്രീമിയമിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ അത് 4Kയിലായിരിക്കും. അതുമാത്രമല്ല F1 TV പ്രീമിയമിൽ അത് ലൈവ് ആയിട്ടുള്ള അനാലിറ്റിക്സും, ടെലിമെട്രി, ലാബ് പൊസിഷന്, അതേപോലെ തന്നെ ലാബ് ടൈംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ലൈവായിട്ട് എനേബിൾ ചെയ്യാം. ഈ ചാനലിൽ ഞാൻ ഫോർമുല 1 റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ഇൻസ്റ്റയിൽ നമ്മൾ അപ്ഡേറ്റ്സ് ഇടാറുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക.